എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഫിഷർമാൻ ഐലാൻഡില് മറ്റൊരു ഭാഗം കാണിക്കും. ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ നാമി അവള് പെട്ട് കിടക്കുന്നത്. അവള് ചുറ്റും നോക്കും, അവിടെ ആരുമില്ല. അപ്പൊ ദൂരത്തായിട്ട് ഒരു വെളിച്ചം അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവള് കാണും. നാമിക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി അതിപ്പോ പൊട്ടുന്ന അവസ്ഥയിലെത്തും. വെളിച്ചം അവളുടെ തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല ഫ്രാങ്കിയാണെന്ന് അവൾക്ക് പിടികിട്ടുക. ഫ്രാങ്കി ആണെങ്കിൽ റോബിനെ രക്ഷിച്ച് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രാങ്കിയും നാമിയും അവരെ കൊണ്ട് പറ്റും പോലെ അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഇപ്പൊ അവളെ നോർമലാക്കും. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ റോബിനെയും നാമിയെയും അവർ സേഫ് ആക്കി നിർത്തി അവിടെ എവിടെയെങ്കിലും നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോന്നറിയാൻ അന്വേഷിക്കാൻ തുടങ്ങും. ഫ്രാങ്കി ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കി ഇപ്പൊ തിരിച്ചു വരികയാണ്. ഫ്രാങ്കി പറയും, ഇവിടെ ഒന്നും നമ്മുടെ ആൾക്കാർ ആരുമില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവരും ഇതുപോലെ മറ്റെവിടെയെങ്കിലും സേഫ് ആയിട്ടുണ്ടാവും. നമുക്കാദ്യം നമ്മുടെ കപ്പൽ കണ്ടെത്തണം. അതിനു മുൻപ് ഇവിടെയുള്ള ആരെങ്കിലും കണ്ട് നമുക്ക് സഹായം ചോദിക്കാം. തൊട്ടപ്പുറത്തായിട്ട് ഞാനൊരു ടൗൺ കണ്ടു, അവിടേക്ക് പോയി ഞാൻ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് പോവും. അതേസമയം ഇവിടെയാണെങ്കിൽ സാഞ്ചി ഇപ്പോ ഡബിൾ ഓക്കെയാണ്. അവൻ ആ മർമേഡുകളുടെ കൂടെ വെള്ളത്തിൽ ചാടിയും തുള്ളിയൊക്കെ ഹായായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽക്കരയിൽ ലൂഫിയും ടീമും അവര് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഇവിടെ ലൂഫിക്കും സാഞ്ചിയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ കടലിലിറങ്ങി തുള്ളിച്ചാടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ക്യാമി പറയും, കുഴപ്പമില്ല, ഒരു ബബിളിൽ കയറി നിനക്കും കടലിലേക്ക് പോയിക്കൂടെ. അതേസമയം ഇവിടെ നമ്മുടെ ചോപ്പർ അവനാണെങ്കിലും സാഞ്ചിയുടെ സന്തോഷം കണ്ട് ഭയങ്കര സന്തോഷം. സാഞ്ചിക്കിപ്പോ പഴയതുപോലെ മൂക്കിലൂടെ ബ്ലഡ് ഒന്നും വരുന്നില്ല. ആക്ച്വലി അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒരല്പം റയറാണ്. സോ ഇനിയും ബ്ലഡ് പോയാൽ റീപ്ലേസ് ചെയ്യാൻ ഇപ്പൊ ചോപ്പറിന്റെ കയ്യിൽ ബ്ലഡ് ഇല്ല. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഓരോ ഭാഗത്തിരിക്കുമ്പോഴായിരിക്കും ലൂഫി അവന്റെ ആഗ്രഹം ക്യാമിയോട് പറയുക. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഒരുപാട് സഹായിച്ച വാർലോട്ട് ജിംബയെ എനിക്കൊന്ന് കാണണം. ചോപ്പർ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിനക്ക് ഇവിടെയുള്ള എല്ലാവരെയും അറിയോ? അതിന് ലൂഫി പറയും, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് അവൻ വാരലോഡായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ വാരലോഡല്ല. ഈ ഐലാൻഡിൽ എവിടെയോ അവനുണ്ട്. അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായേനെ. ആക്ച്വലി ജിംബൈ കൊടുത്ത ഒരൊറ്റ കോൺഫിഡൻസിലാണ് നമ്മുടെ ലൂഫി അവൻ തിരികെ വന്നത്. മാത്രമല്ല 2 വർഷങ്ങൾക്ക് ശേഷം ഫിഷർമാൻ ഐലാൻഡിലേക്ക് വരുമ്പോ അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും എന്നും ജിംബൈ പറഞ്ഞിരുന്നു. ലൂഫി പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ക്യാമിയോട് ചോദിക്കും, അതിരിക്കട്ടെ ജിംബൈ അവനിപ്പോ എവിടെയുണ്ട്? അതിനവള് പറയും, ആളിപ്പോ ഇവിടെ ഇല്ല. 2 വർഷങ്ങൾക്ക് മുൻപ് ആളാ വാർലോഡ് സ്ഥാനം അത് ഉപേക്ഷിച്ച് യുദ്ധത്തിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും ഫിഷർമാൻ ഐലാൻഡിന് കുറെ ചേഞ്ചസ് സംഭവിച്ചിരുന്നു. ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ ഉണ്ടായി എന്നവള് പറയുമ്പോഴേക്കും മർമെയ്ഡുകളെല്ലാം ബഹളം വെച്ച് ക്യാമിയുടെ അടുത്തേക്ക് വരും. ക്യാമി ദൂരത്തായിട്ട് ഒരു റോയൽ ഷിപ്പ് അത് ഈ തീരത്തെ ലക്ഷ്യമാക്കിയാണ് ഇവിടേക്ക് വരുന്നത്. ഒരുപക്ഷെ അത് ലൂഫിയെ പിടിക്കാനായിട്ട് ആരെങ്കിലും വരുന്നതാണെങ്കിലോ? ഉടനെ ക്യാമിക്ക് ടെൻഷനായിട്ട് അവളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഒരു സേഫായ സ്ഥലത്ത് ഒളിപ്പിച്ചു നിർത്തും. എല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ കപ്പലിലേക്ക് നോക്കുകയാണ്. അത് ഫിഷർമാൻ ഐലാൻഡിലെ റോയൽ ഫാമിലിയുടെ കപ്പലാണ്. കപ്പലിൽ നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് അനൗൺസ്മെന്റ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ഷിപ്പിൽ നിന്ന് ഇപ്പൊ 3 ഫിഷർമാൻമാര് പുറത്തേക്ക് വരികയാണ്. ഇല്ലീഗലായിട്ട് ആരോ ഫിഷർമാൻ ഐലാൻഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് ഇവരിപ്പോ ഇവിടേക്ക് എത്തിയത്. ഐലാൻഡിൽ എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇവർക്ക് വരാം. എന്ത് ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഇവരുടെ ഇഷ്ടത്തിന് നടത്താം. അവരാണെങ്കിൽ അവിടേക്ക് വന്ന് അരിച്ചു പെറുക്കും. അവർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊടി പോലും കിട്ടില്ല. അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് പൈററ്റ്സ് ഫിഷർമാൻസ് അവരിപ്പോ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചി അവന്റെ തൊട്ടടുത്ത് ഒരു മർമെയ്ഡിനെ കണ്ട് അവന്റെ കൺട്രോൾ പോയി. മൂക്കിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. അവന്റെ ബ്ലഡ് വരുന്നത് കറക്റ്റ് ആയിട്ട് ആ റോയൽ ഫാമിലിയിലുള്ളവർ കാണും. സാഞ്ചിയുടെ ബോഡിയിൽ നിന്ന് അത്രയും ബ്ലഡ് ഒറ്റയടിക്ക് പോയത് കണ്ട് ആ മർമെയ്ഡുകളും ലൂഫിയും ചോപ്പറും ഉസോപ്പും അവരെല്ലാവരും ഷോക്കാവും. അതേസമയം റോയൽ ഫാമിലി ടീം അവരിപ്പോ തിരികെ വന്ന് നമ്മുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സോറയെ കാണിക്കുകയാണ്. സോറയും മറ്റേതോ ഒരു ഭാഗത്ത് പെട്ടുകിടക്കുകയാണ്. ചുറ്റുമാണെങ്കിൽ ആരെയും കാണാനുമില്ല. ഒന്ന് വഴി പോലും ചോദിച്ചു മനസ്സിലാക്കാൻ സോറയ്ക്കിപ്പോ അവിടെ ആരുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ റോയൽ ഫാമിലിയിലെ സോൾജിയേഴ്സ് അവര് വന്ന് കറക്റ്റ് ആയിട്ട് അവനെ റൗണ്ട് ചെയ്യുക. അതിലൊരുത്തൻ ചോദിക്കും, നീ ആ സ്ട്രോ ഹാറ്റ് ലൂഫി ടീമിലെ പൈററ്റ് മെമ്പർ അല്ലേ, സാക്ഷാൽ സോറോ? സോറോ അതിന് തലയാട്ടി അവന്റെ സ്ക്വാഡ് അത് പതിയെ പുറത്തേക്കെടുക്കും. കട്ട് ചെയ്ത ഇവിടെ ചോപ്പറും
ലൂഫിയും ഉസോപ്പും അവർ 3 പേരും സാഞ്ചിയുടെ അടുത്താണ്. സാഞ്ചി ബ്ലഡ് ഒരുപാട് പോയി കോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത് ആ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സും. ടോപ്പറിനാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവൻ ആ റോയൽ ഫാമിലിയുടെ അടുത്തേക്ക് വരും. അവൻ അവരുടെ കാലിൽ വീണ് കെഞ്ചും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇല്ലീഗലായിട്ടാണ് ഇവിടേക്ക് വന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിനു മുൻപ് ഞങ്ങളുടെ സുഹൃത്ത് അവൻ ജീവന് വേണ്ടി പോരാടുകയാണ്, അവൻ എത്രയും പെട്ടെന്ന് ബ്ലഡ് കൊടുക്കണം, നിങ്ങൾ ആർക്കെങ്കിലും അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം, അതിനുശേഷം നിങ്ങൾ തരുന്ന ശിക്ഷ അതെന്തായാലും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഒസോപ്പാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ താങ്ങിയെടുക്കും. പക്ഷെ അപ്പോഴും സാഞ്ചി അവൻ 32 പല്ലും കാണിച്ച് ഇളിച്ച് മൂക്കിലൂടെ രക്തം ഒലിപ്പിച്ച് കിടക്കും. ഇവിടെ ചോപ്പറിന് പിന്നാലെ സാക്ഷാൽ ലൂഫി. അവനും അവരുടെ കാലിൽ വീണ് റിക്വസ്റ്റ് ചെയ്യും. ഉടനെ ആ പൈററ്റ് ഫിഷർമാൻമാര് അവരിപ്പോ അവിടേക്ക് വരികയാണ്. ഒരു കാരണവശാലും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, ഇവിടെയുള്ള ആരെങ്കിലും മനുഷ്യരെ സപ്പോർട്ട് ചെയ്താ അവരെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും, അതാണ് ഫിഷർമാൻ ഐലാൻഡിന്റെ നിയമം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഇവൻ രക്തം മുഴുവനായിട്ടും വാർന്നുപോയി മരണപ്പെടുമെന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവൻ വീണ്ടും പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആക്ച്വലി ഈ ഒരു നിയമം അത് കൊണ്ടുവന്നത് പോലും മനുഷ്യരാണ്, ഫിഷർമാൻ എല്ലാവരും മോൺസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ അവര് അട്ടിച്ചോടിച്ചു, ഞങ്ങളുടെ ബ്ലഡ് ഒരു കാരണവശാലും ഹ്യൂമൻ ബോഡിയിൽ ചേർക്കാൻ പാടില്ല എന്നവരാണ് ഒരു നിയമം പോലും ഉണ്ടാക്കിയത്. അതിനുശേഷം ഞങ്ങൾക്ക് ഹ്യൂമൻസിനോട് വെറുപ്പാണ്. ആ ഒരൊറ്റ നിയമം അത് കാരണമാണ് ഞങ്ങളുടെ കിങ് ഫിഷർ ടൈഗർ അദ്ദേഹത്തിന്റെ ജീവൻ ഞങ്ങൾക്ക് നഷ്ടമായതുപോലും. ഒരുപാട് അടിമകളെ അദ്ദേഹം രക്ഷിച്ചു. പക്ഷെ അവസാന നിമിഷം വലിയ പരിക്കുകളൊക്കെ പറ്റി ചോര വാർന്നുപോയ അദ്ദേഹത്തിന് ആരും ബ്ലഡ് കൊടുക്കാനായി തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരല്പം കരുണ കാണിച്ച് ബ്ലഡ് കൊടുക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ജീവനോടുകൂടെ ഉണ്ടായേനെ. അതുകൊണ്ട് ഞങ്ങൾ മര്യാദയ്ക്ക് പറയാണ്, ഇവന്റെ ജീവൻ അതിന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നീയും നിന്റെ ടീമിൽ ജീവനോടുകൂടെയുള്ള ബാക്കി എല്ലാവരും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരണം, അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം. ലൂഫിക്കാണെങ്കിൽ കല്ലി കയറും. അവനങ്ങനെ പല്ല് കടിച്ച് ചാടി എഴുന്നേക്കും. ഉടനെ ആ വില്ലന്മാര് ഗണ്ണൊക്കെ എടുത്ത് ലൂഫിയെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട ലൂഫി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ കറങ്ങി വന്ന് അവരെ 3 പേരെയും തല്ലി തല്ലി പഞ്ചറാക്കി താഴെയിടും. ക്യാമിയാണെങ്കിൽ ആ ഗ്യാപ്പില് മറ്റെങ്ങോട്ടോ നീന്തി പോവും. ഇവിടെ ലൂഫിയുടെ പിന്നിലാണെങ്കിൽ ഇപ്പൊ വലിയൊരു മോൺസ്റ്റർ. അത് കണ്ട് ചോപ്പർ അവൻ നിലവിളിച്ചു പറയും, ലൂഫി ഓടിക്കോ, പിന്നില് ഒരു മോൺസ്റ്റർ. പക്ഷെ ലൂഫി സ്ലോ മോഷനിൽ കൈ ഉയർത്തി അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ വെറൊരു ക്യാറ്റാക്കി മാറ്റും. ലൂഫിയുടെ പവർ ഒക്കെ കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുമ്പോ നമ്മുടെ ക്യാമി അവളിപ്പോ ലൂഫിയെ വിളിക്കും, ലൂഫി വേഗം വായോ, നമുക്ക് എത്രയും വേഗം ആർമറിലേക്ക് പോവാം, അവിടെ ഒരുപാട് ഹ്യൂമൻസ് ഉണ്ട്, നിനക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് അത് അവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അവളിപ്പോ ലൂഫിയെ മുകളിലേക്ക് പിടിച്ചുയർത്തും. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ നീട്ടി ചോപ്പറിനെയും ഉസോപ്പിനെയും സാഞ്ചിയെയും അവരെങ്ങനെ തൂക്കിയെടുത്ത് ആ ഷിപ്പിലേക്ക് കയറ്റുകയാണ്. ആക്ച്വലി നമ്മുടെ ക്യാമി പെണ്ണ് അവളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഷിപ്പ് അത് ആ റോയൽ ഫാമിലിയുടേതാണ്. അതിലുണ്ടായിരുന്ന പ്രിൻസസുകളാണെങ്കിൽ യാതൊന്നും പറയാതെ ആ സ്പേസ് ഷിപ്പിനെ നോക്കി നിൽക്കും. നമ്മുടെ ആൾക്കാർ സ്പീഡിൽ ഇപ്പൊ ടൗണിലേക്ക് പോവും. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ വായും മൂക്കും അടച്ചു പിടിക്കും. ഇനിയെങ്കിലും നീ നിന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്, ഇങ്ങനെ പോയാ ഉറപ്പായാലും ആർക്ക് നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. അതേസമയം ഇവിടെയാണെങ്കിൽ ആ പ്രിൻസസ് അവരാണെങ്കിൽ ആ മർമേഡുകളോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ, അവര് മനുഷ്യരാണെന്നും പൈററ്റ്സ് ആണെന്നും നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവര് വന്ന കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? അതിനവരാണെങ്കിൽ ഇപ്പൊ പ്രിൻസസുകളോട് സോറിയൊക്കെ പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ആക്ച്വലി അവര് ക്യാമിയുടെ ഫ്രണ്ട്സ് ആണ്, ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഒറ്റിക്കൊടുക്കാതിരുന്നത്. അപ്പോഴായിരിക്കും ആ പ്രിൻസസ് പറയാ, നിങ്ങൾ കരുതും പോലെ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് പ്രവേശിക്കാം, ഓൾറെഡി അവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരെ നമ്മുടെ ഐലാൻഡിലേക്ക് വെൽക്കം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. സത്യത്തിൽ ജിംബെ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, അത് അവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ അന്വേഷിച്ച് ഇവിടെ മുഴുവൻ നടന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ അവരങ്ങനെ മുൻപോട്ട് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.